ഹലോ ഗൈസ്, അപ്പോൾ കുറേ നാളായി ഒരു വ്ളോഗ് എടുത്തിട്ട് ഞങ്ങൾ നാട്ടിൽ പോയി. അവിടെ നല്ല തിരക്കായിരുന്നു. ഇപ്പോൾ വീണ്ടും ദുബായിൽ എത്തിയിട്ട് ഒരു മാസം കഴിഞ്ഞു. ഇപ്പോഴാണ് കുറച്ച് സമയമൊക്കെ ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ പിന്നെ ഒരു ഗ്രോസറി ഷോപ്പിങ്ങിനൊക്കെ പോവാണ്. കുറേ നാളായി ഞങ്ങൾ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട്. ദുബായിൽ തിരിച്ചു വന്നിട്ട് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയിട്ടില്ല. കുറച്ച് സാധനമായിട്ട് ഇവിടുത്തെ ആളെ പോയി മേടിക്കുമായിരുന്നു. ഇപ്പോൾ നല്ല ഒരു 1 മന്ത് ഷോപ്പിങ്ങിന് പോയേക്കാന്ന് വെച്ചു. ഹലോ, ഞങ്ങൾ റെഡിയായി. മുകളിൽ വരുന്നില്ല? മുകളിലേക്ക് വരുന്നില്ല? ആ ശരി, വരാം. ഇല്ല, ആവശ്യമില്ല. ഇല്ല ആവശ്യമില്ല. ശരി, എന്നാ ഞാൻ വരാം. ഒരു 1/2 മണിക്കൂർ. ആ വരാം. 5 മിനിറ്റ് കൊണ്ട് എത്താം. 5 മിനിറ്റ് പോലും വേണ്ട, ഇവിടെ ഇറങ്ങിയാൽ മതി. ഫ്രണ്ടിലാണോ ബാക്കിലാണോ? ഫ്രണ്ടിലാണോ? ആ ശരി എന്നാ ആയിക്കോട്ടെ. അപ്പോൾ അവിടെ പാപ്പ വന്നവിടെ വെയിറ്റ് ചെയ്യുവാണ്. നമുക്ക് താഴോട്ട് പോവാം. ചായ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് വിശക്കുന്നു. അപ്പോൾ ഇത് കഴിക്കാം, ഈ ചോറ് കഴിക്കാം. എവിടെ പോയി? ചായ മേടിക്കാൻ പോയോ? ഓ ഗൈസ്, ഞാൻ വീഡിയോ എടുക്കേണ്ട തിരക്കിൽ വാച്ച് കെട്ടാൻ മറന്നുപോയി. വളരെ മോശം. ഹലോ, ഞാൻ ഇൻട്രോ ഒക്കെ എടുത്തു. നീ ഇല്ലാണ്ട് തന്നെ ഞാൻ ഇൻട്രോ ഒക്കെ എടുത്തു. അപ്പോൾ കുറേ മാസങ്ങൾക്ക് ശേഷം വ്ളോഗ് എടുക്കുക. എന്താ ഞാൻ നാട്ടിൽ പോയിട്ട് വ്ളോഗ് എടുക്കാന്ന് പറഞ്ഞേ? എന്താ എടുക്കാന്? എന്താ എടുക്കാത്ത? രണ്ടാമത് 2 വഴിക്കായിരുന്നു. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് എങ്ങനെയാ വ്ളോഗ് എടുക്കാന്ന് വെച്ചിട്ട് എടുക്കാത്തതാ അല്ലേ? എല്ലാരും മറ്റേ സാധനം ചെയ്യണേ. എന്ത് സാധനം? ഓ, സബ്സ്ക്രൈബ് നൗ. മറ്റേ അത് ചെയ്തിട്ട് പിന്നെ മറ്റേ വേറെന്താക്കുമല്ലോ, എന്താണത്, എന്ത് തല്ലിപ്പൊട്ടിക്കുന്ന ബെല്ല്. മറ്റേ വണ്ടി ഉണ്ടോ? ഞാൻ കണ്ടു. നിസാൻ പെട്രോളാ? നിസാൻ പെട്രോളാണത്. നിസാൻ പെട്രോളിന്റെ മറ്റേ ആ ചേട്ടന് എടുക്കാന്ന ഇതെന്തത്? കണ്ണു പൊട്ടനാണോ? വെയില് കണ്ണിലേക്ക് അടിക്കുന്നുണ്ട്. എനിക്ക് വെയിലൊന്നും കാണുന്നില്ല. ഇങ്ങനെ കണ്ണിലേക്ക് അടിക്കുന്നുണ്ട്. നല്ല മഴ പറഞ്ഞ കോളുണ്ട്. 4 കൂളിംഗ് ഗ്ലാസ് വിട്ട് എന്തെങ്കിലും അയച്ചേക്കാം. നിങ്ങൾക്ക് ഇല്ല എന്നുള്ളതിന്റെ ഒരു അവർഷത ബോധമല്ലേ നിങ്ങൾക്ക് അല്ലേ? അങ്ങനെയുള്ളതല്ല. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ നാടിന്റെ ഓർമ്മയൊക്കെ വരുന്നത്. എന്തൊക്കെയാ മേടിക്കണ്ടേന്ന് വല്ല പ്ലാനിങ് ഉണ്ടോ? പ്ലാനിങ് ഉണ്ട്. അതല്ല, വന്നിട്ട് ഇതിൻ്റെ അകത്തൂടെ കയറി നടന്ന് നേരം കൂട്ടുമോ? പെട്ടെന്ന് തുടങ്ങി പ്ലാനിങ് ഉണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും ലേറ്റ് ആക്കുന്നത്. പെട്ടെന്ന് നടന്ന് എടുത്തിട്ട് പോവാമല്ലോ. അതൊന്നും തരില്ല. മാത്രം വെച്ചിട്ട് എന്ത് ചെയ്യാനാ? വേണ്ട, മറ്റേ എടുക്കുക. അതില്ലാണ്ട്
ഇത് ഇവിടെ ഉണ്ട്. ആ എത്ര പൈസ നോക്കി 15. അമ്മേ എടുത്താ ഇതെടുത്താ? 15 ഗ്രാംസ്. ഇതൊന്നും വേണം. ഇത് ആ നമുക്കൊരു കാര്യം ചെയ്യാം, പോവാ. ഇതാണ് ഞാൻ പറഞ്ഞത്, ആവശ്യമുള്ള സാധനങ്ങൾ. ഇത് പെണ്ണുങ്ങൾ ഇങ്ങനെയാ, ഒക്കെ ആഗ്രഹം തോന്നും. അപ്പൊ ഞങ്ങൾ അങ്ങനെ ചോദിക്കും, ഭർത്താക്കന്മാർ മേടിച്ചു തരണം. എന്ത് പറയുന്നു? ഒരു വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. നല്ല വലിയ കടയാണ് കേട്ടോ, നല്ല വലുതാണ് കട. ഏത് വകയാണ് സാധനങ്ങളൊക്കെ, എന്ത് വേണമെങ്കിലും കിട്ടും. മനസ്സില്ല, മേടിക്കാൻ മനസ്സില്ല, പക്ഷെ വേറെ സമാധാനം വേണ്ടേ, അതുകൊണ്ട് എടുക്കണതല്ല. ഓ നേരെ നടത്തി അവിടെ പോയി പച്ചക്കറി മേടിക്കും. ഈ ഏരിയയിലേക്ക് വരാൻ പാടില്ല, ഏത് നേരത്തെ എനിക്ക് തോന്നുന്നത്. ഒരു പാനുണ്ട്, ഒരു ചെറിയ ഒരു ഒന്നുമില്ല. അല്ല മീൻ വറുക്കുന്ന അത് ഇതായിപ്പോയി. മീൻ മേടിച്ചല്ല, മീൻ മേടിക്കുന്നില്ല. മീൻ മേടിക്കാം. മീൻ വേണ്ട, മീൻ നിർത്തി. മീൻ നിർത്തിയാ? ഏതാ മേടിക്കുന്ന മീന? ഏതാ മേടിക്കുന്ന? നമ്മുടെ സ്വന്തം മത്തി. എല്ലാം കൂടി നോക്കും, അവസാനം മത്തി. അത് എപ്പോഴും അങ്ങനെയല്ലേ, എല്ലാം നോക്കിയിട്ട് അവസാനം മത്തി അല്ലെങ്കിൽ അയിലല്ലേ നിൽക്കും. ഇവിടുന്ന് വേണ്ട, കണ്ട ഇത് കല്ലുമ്മക്കായ വേണോ? നിന്റെ സ്വന്തം കല്ലുമ്മക്കായ. കണ്ട ഇവിടെ മീനൊക്കെ മസാല ഇട്ട് വെച്ചിട്ടുണ്ടാവും, എടുത്ത് പാനിലിട്ട് ഫ്രൈ ചെയ്ത് കഴിച്ചാൽ മതി. പക്ഷെ ഞങ്ങൾക്കത് ഇഷ്ടമല്ല. എന്താ മാഷ നോക്കുന്ന? ബീഫ് നല്ലോണ്ടായി. പൊറോട്ട, ഇടിയപ്പം, ദോശമാവ്, ഇടിയപ്പം. ഓക്കെ, ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട്. സാൻഡ്വിച്ച്, ഞങ്ങളുടെ ഐറ്റംസ്. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആണ്. അപ്പം ഞാൻ പച്ചക്കറിൻ്റെ അടുത്തോട്ട് പോവാം. പച്ചക്കറി മേടിക്കണം. സോറി ഫോർ ദ സൗണ്ട്, ട്രോളിയുടെ വെച്ചാണ്. എൻ്റെ സുന്ദരനുണ്ടോ ബ്രെഡ്. ഇപ്പോൾ ബ്രെഡിൽ തന്നെ എത്ര വാങ്ങണ്ട? എന്തോടത് പട്ടായി. ഓ നമ്മൾ വ്ളോഗ് എടുക്കുന്നത് കണ്ടിട്ട് അവർ ലൈറ്റ് ഇട്ടതാന്ന് തോന്നുന്നു. പെട്ടെന്ന് ലൈറ്റ് വന്നു. എടുത്താ? അത് രണ്ടെണ്ണം മതിയോ? അത് കുറേ വേണം, നല്ലതാ ശരീരത്തിന്. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഉണ്ടെങ്കിൽ എടുക്കാല്ലേ? ഓക്കെ, ഞാൻ ഈ ഇത് വെളുത്തുള്ളി എടുക്കുന്ന ഇഷ്ടമല്ല, പക്ഷെ എന്നാലും അതെടുക്കുന്നത്, പൈസ കുറവല്ലേ.
കപ്പ നോക്കിയൊക്കെ 5.95 ശ്രീലങ്ക. 5.95. വേണ്ട, നീ കപ്പ നല്ലോണം ചൂസ് ചെയ്യുന്നുണ്ട് പാപ്പു. ഈ പ്രാവശ്യം നാട്ടിൽ പോയപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. നീ എടുത്തുകൊണ്ട് വന്ന കപ്പയൊക്കെ എനിക്ക് പെട്ടെന്ന് പൊളിഞ്ഞ് കിട്ടി. നല്ല കപ്പ എടുത്തോണ്ട് വന്നത്. നിങ്ങളെന്താ ഉടായ്പ കാണിക്കുന്നത് എന്നിട്ട്? ഇതാണോ ഫ്രഷ്? മണ്ണൂരില്ല. മറ്റേ ഇല കണ്ടിട്ട് അതാ കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. നോക്കൂ, നോക്കിയേ ആ ഇല ഒന്ന് നോക്കിയേ, കണ്ടോ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കിയേ. ഇത് കുറച്ച് വലിയ ഇല അല്ലേ? അല്ലേ? ടേസ്റ്റില്ല. ഇത് ഏതാ എടുക്കുന്നത്? പാലക്കെടുത്തോ? നമ്മൾ ചീരൻ്റെ ആൾക്കാരല്ലേ? ചീര ഒരുപാട് കഴിക്കും. പക്ഷെ നല്ലതല്ലേ, ചീരയൊക്കെ അടിപൊളിയാ, കഴിക്കണം. ജറ എടുക്കുന്നുണ്ടോ? നല്ല അടിപൊളി സാധനമാണ്, ശരീരത്തിന് ഭയങ്കര ഹെൽത്തിയാണ്. അറബികൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന സാധനമാണ്. സലാഡിലും എല്ലാത്തിലും ഇപ്പൊ കഴിക്കും. നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ട് കുറച്ച് പെപ്പർ ഇടുക, എന്നിട്ട് കഴിക്കുക. നൈസാ. കൂമ്പ കൂമ്പെടുക്ക. 9.95 10 dirhams. പക്ഷെ സാധനം നമ്മുടെ നാട്ടിൽ വെറുതെ കളയും, ആരും ഉപയോഗിക്കാൻ. ഇവിടെ 9.95 10 dirhams. 230 രൂപ. 230 രൂപ എടുക്കുന്നുണ്ടോ? നല്ല എടുത്തു ഇതല്ലേ? ഇതെന്നാ അറിയോ? വാഴത്തണ്ട്. അതിനെത്ര പൈസ? 4.95 രൂപ. വെറുതെ നാട്ടിൽ വെറുതെ കളയാൻ സാധനമാണ്. 5 രൂപ 100 രൂപ. ഇത് മത്തങ്ങ. മത്തങ്ങ എടുത്തോ? മത്തങ്ങ ചെറുപയറിലിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ്. വലുത് നോക്കി എടുക്കും പാപ്പു. ഇത് വലുതെടുത്താൽ കൈ ചൊറിയും, നിനക്ക് വൃത്തിയാക്കാൻ പണി കിട്ടും. അതിന് ഞാനല്ലല്ലോ വൃത്തിയാക്കാൻ പോകുന്നേ. എടുക്ക്, വലുത് നോക്കി എടുക്ക്. അതെ, അതുകൊണ്ട് നോക്കിയെടുത്തോ. അയ്യോ അത് വേണ്ട, പക്ഷെ നല്ല എരിവുണ്ടാവും. പൈസ നോക്കിയോ? 12, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. 12.95 ഇത് 11.45. 1 dirhamsന്റെ വ്യത്യാസമല്ലേ? അതെടുത്തോ. ഇത് ഇവിടുത്തെ ബോംബോ നല്ല എരിവുണ്ടാവേ, കുറച്ചെടുത്താൽ മതി പൈസ. ഇല്ല, ഇത് 4 എടുത്തോ, ബാക്കി കിഴങ്ങ് എടുക്കാം. ബജിയിൽ കിഴങ്ങ് എടുക്കാം, സവാള എടുക്കാം. ഇത് 2 വേണ്ട, അത് മാത്രം എടുത്താൽ മതി. എന്തെങ്കിലും ഒന്ന് എടുക്ക്. 2 കൂട്ടി വെച്ചാൽ ടേസ്റ്റ് അറിയില്ല. ബനാന എത്രയാ പൈസ? ബനാന ഉണ്ടോ? ആപ്പിളിൻ്റെ വെറൈറ്റീസ്. നിങ്ങളെന്തെടുക്കോ? നീ എന്തെടുക്കോ? ഇതെന്താ ഇത് സാധനം? വാട്ടർമെലൺ, മൈ ഫേവററ്റ്. പൈസ എത്രയാ ഇതിന്? പൈസ എത്രയാ? 3.45. ബ്ലൂബെറി ഇല്ല? ബ്ലൂബെറി എൻ്റെ ഫേവററ്റ്. ബ്ലൂബെറി ബ്ലൂബെറി എടുക്കാൻ നല്ലതല്ലേ? 750. എത്ര? 750. എന്നാ ഇതെടുക്കും, ബ്ലൂബെറി എടുക്കും. സ്ട്രോബെറി എടുക്കാം. സ്ട്രോബെറി എത്രയാ? സ്ട്രോബെറി ഒന്നെടുത്തോ. ബ്ലൂബെറി എടുക്കുന്നില്ലേ?
24 24. മുട്ട നിങ്ങൾ എങ്ങനെയാണ് മേടിക്കാറ്? ആ, ഒരാഴ്ചത്തേക്കുള്ള മേടിക്കുമോ അല്ലെ 5 ദിവസത്തേക്കുള്ളോ 1 മാസത്തേക്കുള്ളോ എങ്ങനെ? ഒരാഴ്ചത്തേക്കുള്ളോ? എന്താ പരിപാടി? ഇതെന്താ എടുക്കുന്നത്? ശരി, എടുക്കാനുള്ള എടുത്തിട്ട് പോവാ. ഒക്കെ ഫ്രോസൺ അല്ലേ? തിരിച്ച ഡേറ്റ് നോക്കിയോ? വേവിക്കാനല്ലേ? എന്താ കറിയാക്കുന്നത് കഴിച്ചിട്ട്? കറി എന്താക്കുന്നത് കഴിച്ചിട്ട്? മീൻ മുളകിട്ട്. മീൻ മുളകിട്ട് അടിപൊളി. ചക്ക മീൻ മുളകിട്ട് വേവിച്ചല്ല? അടിപൊളി. എന്താ എടുക്കുന്നുണ്ട്? അതാ കിവിയാ എടുക്കുന്നുണ്ടോ? ഏതാ എടുക്കുന്നത്? വെറുതെ നോക്കുന്നതാണല്ലേ. കിഡ്സ് നാരങ്ങ മിഠായി, ഓറഞ്ച്. അതൊക്കെ അപ്പളേ ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ടേസ്റ്റ് ഒന്നുമില്ല. വലിയ എത്ര 3.50. അവരോട് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഓർമ്മിച്ചില്ല. ഇതാണെങ്കിൽ ഇത് അത് മാത്രമേ കിട്ടുള്ളൂ. ബാഗ് എടുക്കേണ്ടി വരുമോ? ട്രാലി എടുത്തോണ്ട് പോണത് കണ്ടിട്ട് വരേണ്ടതാണല്ലോ. വരേണ്ടതാണ്. പുറകെ ആള് ട്രോളി എടുത്തത് കൊണ്ട്. ആ, ഇത് ഒച്ച ഇട്ടിട്ട് പോകണം. നോക്കി നോക്കി പതുക്കെ. ഒച്ച വെച്ചുകൊണ്ട് പോകുന്നുണ്ട്. ശരിയല്ല കേട്ടോ, ഒരു സൈഡായിട്ടല്ല പോകുന്നത്. എന്തത് നോക്കി പോണേ? ഞങ്ങളുടെ സാധനം കുറച്ച് അവിടെ സാധനം കൊണ്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ആൾക്കാരാണ് ഞങ്ങൾ. ഇത്രയോ സാധനമൊക്കെ മേടിച്ചു തന്നെ. പിന്നെ എന്തെങ്കിലും എനിക്ക് കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും മേടിച്ചു തരാം. എന്താ ഇത്? ഞാൻ എനിക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി എടുത്തോണ്ട് വന്നേക്കുവാ. എന്തൊക്കെയാ ഉള്ള? വെള്ളം കൊണ്ടുവന്നിട്ട് എന്ത്? അത് കുറച്ച് വെള്ളം കുടിക്കാൻ മടുത്തു. ഇനി 1 വർഷത്തേക്കൊന്നും മേടിക്കാൻ പറയല്ല. എന്ത്? 4 പച്ചക്കറി, ചീര. സ്പൂൺ എടുത്തോ? അയ്യോ, കയ്യില കഴിക്കണ്ട. കൈ കഴുകാനുള്ള വെള്ളം വേണ്ടേ? ഇവിടെ തന്നെ കുടിക്കാം. 2-3 സാധനം വീട്ടിലുണ്ടായിരുന്നല്ലോ. അത് വെച്ച് എന്നെ കൊണ്ട് എന്തുണ്ടാക്കാൻ പറ്റുമോ അതിനാ ഉണ്ടാക്കി എടുത്തോ. ഞാനൊന്നുമില്ലായിരുന്നു. അത് ഇല്ല, സത്യമായിട്ടില്ലായിരുന്നു. അപ്പൊ ഞാൻ ഒരു 4 സാധനം മിനിയാന്ന് മേടിച്ചു താഴെ പോയിട്ട്. വെജിറ്റബിൾ റൈസിന് പറയാനില്ല, സവാളയും തക്കാളിയും മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ല, അടിപൊളിയൊന്നും അല്ല, കുഴപ്പമില്ല. നമ്മളുണ്ടാക്കുന്നതുകൊണ്ട് നമ്മളുണ്ടാക്കിയ സാധനം എപ്പോഴും അടിപൊളിയായിരിക്കും. അതെ.
നല്ല എരിവ്, നല്ല എരിവ്. അയ്യോ പാവം. അല്ലേ? അച്ചാർ തീർന്നു? അച്ചാർ തീർന്നു. ഒട്ടുമില്ല. അച്ചാറിടാം. നാരങ്ങ മേടിച്ച അച്ചാറിടാം. നാരങ്ങ ലാഭമാണ്. എനിക്ക് പൈസ കൊടുക്കല്ലേ.